സൗമ്യ, അതെ നോക്കി, വണ്ടി ഉണ്ടോ? ഇല്ല ഇല്ല, വേഗം വാ. കുറെ നാളായല്ലേ എടാ ഇവ എന്ത് പ്രാന്തനായി കാണിക്കുന്ന? പെട്ടെന്നില്ല, അവനെ വിളിച്ചോണ്ടാ അടിച്ചു കൊല്ലടാവന്മാര. എടാ വാടാ വാ. വിളിച്ചോണ്ട് വാടാ അവനാ. കൊടി അടിച്ചോടാ നായ്ക്കളെ. കൊല്ലണമാരാ. പാട്ട് അമരിക്കാൻ വേണ്ടി അവന്മാര് ഒന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ അവന്മാര്. നീ എന്തിനാ അവളെ അടിക്കാൻ പോയത്? ആമ്പിളർ അടിക്കുന്ന കണക്കല്ല, പെണ്ണാണ്, കേസ് വേറെയാണ്. അവളെ അടിക്കുകയല്ല വേണ്ടത്, കൊല്ലുകയാണ്. എടി കരണം നീ എന്തിനാ പിരിഞ്ഞേ? പിരിഞ്ഞൊന്നുമില്ല, ജസ്റ്റ് പിണങ്ങി, അത്രേ ഉള്ളൂ. പിരിഞ്ഞെന്നാണല്ലോ എന്നോട് പറഞ്ഞേ. പിന്നെ കരൺ എന്നെ പ്രപ്പോസും ചെയ്തു. നീ അവളെ പ്രപ്പോസും ചെയ്താ? എടാ പറയുന്ന മുഴുവൻ കേക്ക്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നീ ഇതറിഞ്ഞോ? ഏയ് പാവത്തിന് ഇപ്പോഴേ അറിയിക്കണ്ട, വിഷമിക്കും. ശരിയാ, വിഷമിക്കും, പറയണ്ട. എടി, സൗമ്യയും കരണും കൂടി ബൈക്കിൽ കെട്ടിപ്പിടിച്ച് കറങ്ങുന്ന ഞാൻ കണ്ടടി. ഇന്ന് അവളോട് ചോദിച്ചപ്പോ അവര് ഇഷ്ടത്തിലാണെന്നും എന്നോട് പറഞ്ഞു. ഹലോ, അവരുമ്മ വെച്ചെന്ന് പറയുന്നതിന് മുമ്പ് അവള് കട്ട് ചെയ്തു. ഹലോ ദിയേ, ഈ കേട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കോളേജിൽ പാട്ടാവുന്നതിന് മുന്നേ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യാൻ നോക്ക്. പിന്നെ തിരിച്ചു വിളിക്കണ്ട. ഹലോ ഹലോ എടീ, അയ്യോ അമ്മച്ചി, നീ എന്തിനടി ഓടിയേ?
ഞാൻ സൗമ്യം കൊണ്ട് ബൈക്ക് കെട്ടിപ്പിടിച്ച് കറങ്ങുന്നത് നീ എവിടെ വെച്ച് കണ്ട? അല്ല അത് കോളേജിൽ വെച്ചാ? അല്ല അതെനിക്ക് മാറിപ്പോയതാ. അവളെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന ആരാ പറഞ്ഞേ? അതവള് പറഞ്ഞതാ, സത്യം. ഞാൻ ഒന്നുകൂടെ വരും. എന്തിന്? ആ ദിയ പോയി ഇരുവനോട് പറഞ്ഞു. വിശ്വസിച്ച് ആരോടത്തൊരു കള്ളം പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് സൗമ്യ എന്ത് പറഞ്ഞേ? അവൾക്കിട്ട് ഒന്ന് കൊടുത്തിട്ട് ചോദിക്കാൻ പോയപ്പോഴാണല്ലോ അമ്മ ഒരു കോടിമരം ഓടിച്ച് എന്റെ മണ്ടയ്ക്ക് ആക്കിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മൈരളെ കോളേജിൽ കയറി അടിക്കണം. അവന്മാരെ കോളേജിൽ കയറ്റിത്തരാം. തള്ളാൻ പറ്റും. അവന്മാരെ കോളേജിൽ നിന്നല്ല എവിടെ കയറ്റിച്ചാലും തല്ലും. നീ വിചാരിക്കുന്ന പോലെ കോളേജിൻ്റെ അകത്ത് തല്ലുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിനക്ക് ആളിറക്കി തരാൻ പറ്റുമോ? പണി കൊടുക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് നിങ്ങളുടെ കൊടി, നാളെ അവന്മാർ നിങ്ങളുടെ പാർട്ടിയെ തന്നെ കുളം തോണ്ടും. പാർട്ടി അവന്മാരെ തന്തേനാകെന്നല്ല അടിക്കും. ഷോ ഇറക്കാതെ അവന്മാരൊക്കെ പോയി കാണിക്കടാ. കാണിക്കാടാ, ഇറങ്ങിട്ടാ. തമ്മി തല്ലല്ല കണ്ടത്. ബുദ്ധി ഉപയോഗിക്കും. ഈ സിറ്റുവേഷനിൽ ദേഷ്യം കാണിക്കുകയല്ല വേണ്ടത്, ബുദ്ധി ഉപയോഗിക്കണം. നീ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് മാക്സിമം അവരെ ട്രിഗർ ആക്കണം. ഒരുത്തൻ്റെ അന്ത്യം ഉണ്ടാവണമെപ്പോഴെന്നറിയോ? അവൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടാകുമ്പോൾ അത് അവൻ ഒരിക്കലും സമ്മാനം കൊടുക്കത്തില്ല. ആ സമയം അവനെ അടിക്കണം. എടാ നീ അവന്മാരെ അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്ത് ശരിയാണോ നോക്കണം. എന്നിട്ട് നിനക്ക് ദേഷ്യം നേറിൽ നീ എന്നെ അടി. പറയടാ. നീ എവിടെ? ഞാൻ കണ്ട അവളെ അനിയത്തി വരാമെന്ന് പറഞ്ഞ് അവളോടും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. ആ കൊള്ള. പെണ്ണിൻ്റെ അടുത്തുള്ള വഴക്ക് തീർക്കാൻ അവളെ അനിയത്തിനെ സോപ്പിടുന്ന അത്ര നല്ലതല്ല കേട്ടാ. മിക്കവാറും വഴക്ക് കൂടാനേ ചാൻസ് ഉള്ളൂ. എടാ അവൾ വന്നേട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ. ആ ഓക്കെ. നല്ല താടി. ഇതിനെന്ത് മരുന്നാ ചേട്ടാ തേക്കുന്നേ? മരുന്നൊന്നുമില്ല, താനെ വളരും. എന്റെ ബോയ് ഫ്രണ്ടിന് ഇത് വളരുന്നില്ലല്ലോ. ബോയ് ഫ്രണ്ടാ? പഠിക്കാൻ പോകുന്ന നിനക്ക് ബോയ് ഫ്രണ്ടാ? എന്തോ അല്ല, പഠിക്കാൻ പോകുമ്പോ പഠിക്കണ്ടേ മോളെ? എന്റെ ചേച്ചി പഠിക്കാൻ തന്നെ പോയത്, ചേട്ടൻ പിന്നെ ചേച്ചിനെ വളച്ചതാ. ഞാൻ നിന്റെ ചേച്ചിയെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തോ അത് വിട്. ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് വഴക്കായി. മോളൊന്ന് പറഞ്ഞ് സോൾവ് ആക്കി തരണം. മോൾക്കേ പെരി പെരി മന്തി ഭയങ്കര ഇഷ്ടാ. പെരി പെരി മന്തി വാങ്ങിച്ചു കൊടുത്താൽ അവളെ പ്രശ്നം തീരൂ? ആ മോക്കല്ല, ഈ മോക്ക് വാങ്ങി തന്നാ സംസാരിക്കുന്ന കാര്യം ആലോചിക്കാം. പിന്നെ ചേട്ടാ, നിങ്ങൾക്ക് ആമ്പിളർക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താ? ആദ്യം മന്തി ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്ക്, അപ്പ പറയാം. കാന്താരി. കാന്താരി അല്ല, പെരി പെരി. എൻ്റെ ചേച്ചി, ആ സിറ്റുവേഷൻ ഞങ്ങളെല്ലാം ഒരുപാട് പേടിച്ച്, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഡാ പേടിച്ചതൊക്കെ, പക്ഷെ അതിന്റെ പേരിൽ ഇന്നേ വരെ റിലീസ് ആവാത്ത തെറി അവനെ വിളിച്ചേ. അതങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ നിനക്ക് ചിരി. എൻ്റെ ചേച്ചി വിട്ടുകളാ. എടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും അവനൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി കാര്യം. ബ്രേക്കപ്പ് ഒന്നും ചെയ്യില്ല ആ പാവത്തിന്. ആലോചിക്കട്ടോ. അല്ല നീ എങ്ങോട്ടാ? പുള്ളിയുടെ അച്ഛന് കാല് വയ്യ, അതുകൊണ്ട് ഞാൻ ഒന്ന് കൂട്ടിന് പോയി നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. എവിടാ? യുപിയിലാ? ഇവിടെ നേരെ ഉത്തർപ്രദേശ്, അവിടെ നേരെ ബാംഗ്ലൂർ. എന്തായാലും ക്ലാസ് തുടങ്ങല്ലേ, ഞാൻ തന്നെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അതെന്താ അവൻ പോവാത്തെ? അവർ രണ്ടും അത്ര ചേർച്ചയിലല്ല. ആ ഇതാണ് അവന്റെ പ്രശ്നം. അയ്യോ, ഒരു പയ്യൻ്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചാൽ ഞാൻ വന്ന്, അവൻ താഴെ വെയിറ്റ് ചെയ്യാം, ഞാൻ പോണേ. ദാ അവൻ എന്നെ കളഞ്ഞിട്ട് പോകത്തില്ലല്ലോ അല്ലേ? അധികം ലേറ്റ് ആക്കാൻ നോക്കണ്ട ചേച്ചി, ഒന്ന് മിണ്ടാൻ നോക്ക്. അപ്പൊ ശരി എന്നാ.
സോറി ഏട്ടാ ലേറ്റ് ആക്കിയതിന്. കുഴപ്പമില്ലടാ.